ഇത് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു ലോവർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്പോയിലർ, ബമ്പറിൽ സ്പോയിലർ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു ആ സ്പോയിലർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒന്നും കൂടെ ഒരു ഇടുപ്പ് തോന്നുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതിന് സ്പോയിലർ ഇല്ല, സ്പോയിലർ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളി ഭംഗിയായിരുന്നു. ഈ ഹുഡ് കണ്ടോ, വലിയ ഒരു ഹുഡാണ് കേട്ടോ. ഹുഡിൽ കണ്ടോ 4 ക്യാരക്ടർ ലൈൻസ് ആണ് വരുന്നത്, 1 2 3 4. ഇതിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റഡ് വേർഷനിൽ ഈ ഹുഡ് ടോട്ടലി മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഷേപ്പൊക്കെ ആയിട്ടൊരു കിടിലം ലുക്കിലാണ് പുതിയ ലാൻഡ് ക്രൂസറിൽ വരുന്നത്. ഇത് വശങ്ങളിലേക്ക് വന്നാൽ 18 ഇഞ്ച് ടയറാണ് വരുന്നത്, വലിയ ടയർ സൈസാണ്. ഓഫ് റോഡിനാണെങ്കിലും അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഈ വണ്ടി നമുക്ക് ഓഫ് റോഡ് ആണെങ്കിലും അല്ല ഇനിയിപ്പോൾ നോർമൽ ഡ്രൈവ് ആണെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയുക അത്ര കംഫർട്ട് തരുന്ന വണ്ടിയാണ്. കാരണം നമുക്കറിയാം ലാലേട്ടനാണെങ്കിലും മമ്മൂക്കി ആണെങ്കിലും അവരൊക്കെ ഈ ലാൻഡ് ക്രൂസറിൻ്റെ ഓണേഴ്സാണ്. കാരണം എന്താണ്, അവർക്കൊന്നും ഓഫ് റോഡ് പർപ്പസ് ഉണ്ടായിട്ടല്ല, നോർമൽ പർപ്പസിനാണെങ്കിലും കംഫർട്ടാണ് ഈ വണ്ടി. ഓഫ് റോഡ് ആണെങ്കിലും സൂപ്പർ പെർഫോമൻസ് ആണ് ഈ വണ്ടി. ഇതെ ഒരു ഫെൻഡർ, വലിയ ഫെൻഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെ ഒരു സൈഡ് വ്യൂ മിറർ, ഇതിലും 360 വ്യൂക്ക് വേണ്ടി കണ്ടോ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സൊക്കെ കണ്ടോ നല്ല അടിപൊളി സെറ്റായിട്ട് ഗ്ലാസ്സൊക്കെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊടുത്ത് അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് വൈപ്പറിനൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഇവിടെയാണ് വൈപ്പർ നോസിൽ വരുന്നത് കണ്ടോ, വൈപ്പർ നോസിൽ അടിപൊളി സെറ്റിങ്സ് അല്ലേ ലാൻഡ് ക്രൂസർ, നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ അതെ വലിയ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോറിൽ റിക്കിറ്റ് സെൻസറിൻ്റെ ഒരു സ്വിച്ച് കാണാം, ഈ ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു ഹോൾ കാണാം. ഇത് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് ബോഡി കളറായിട്ടുള്ള ഫുഡ് സ്റ്റെപ്പും വരുന്നുണ്ട് കേട്ടോ. ഇത് ബ്ലാക്ക് കളറായിട്ടുള്ളൊരു ഫുഡ് സ്റ്റെപ്പാണ്. ഇത് 4 ഡോറിലും റിക്കിറ്റ് സെൻസർ വരുന്നുണ്ട് കേട്ടോ. ഇതാ റിയർ ഡോറിലും റിക്കിറ്റ് സെൻസർ വരുന്നുണ്ട്. ഇതിൽ മോൾഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വെതർഷിപ്പ് മോൾഡിങ് ബ്ലാക്ക് ഫിനിഷിലാണ്. പിന്നെ ഇവിടെ ബ്ലാക്ക് സ്ട്രൈപ്പ് കാണാം. ഇവിടെ ഒരു ഫ്രെയിമിൽ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ് കാണാം. പിന്നെ ഇതിന് റൂഫ് റെയിൽ കൊടുത്തിട്ടില്ല, റൂഫ് റെയിലില്ല. സൺറൂഫ്, ഇത് മുകളിൽ സൺറൂഫ് കാണാം. ക്വാർട്ടർ പാനലിലേക്ക് വന്നാലും വലിയൊരു ക്വാർട്ടർ പാനൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വരാറുള്ളത്, ഇത് റൈറ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വരുന്നത്. റിയറും ഡിസ്ക് ബ്രേക്കാണ് റിയറും വരുന്നത് കേട്ടോ. പിന്നെ ബമ്പറിലും വലിയൊരു റിയർ ബമ്പർ കൊടുത്തിട്ടുണ്ട്. 4 സെൻസേഴ്സ്, 1 2 3 4 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ V8 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഇവിടെ VX എന്ന് പറഞ്ഞ വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്ന ആ ഒരു ബാഡ്ജിങ് കാണാം. ഇവിടെ ഡിക്കിയിൽ ഒരു മോൾഡിങ് കാണാം, ലാൻഡ് ക്രൂസർ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടയോട്ടയുടെ ലോഗോ കാണാം. ഡിഫോക്കസ് ലൈൻ കാണാം, ഗ്ലാസ്സിൽ വൈപ്പർ കാണാം, ഡിക്കി സ്പോയിലർ കാണാം. ഈ ഹൈമൗണ്ട് ലൈറ്റ് കണ്ടോ, ഈ ഡിക്കിയിലെ ഉൾവശത്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറ, റിവേഴ്സ് ക്യാമറ, ഇവിടെ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. സൈലൻസർ പൈപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് സൈലൻസർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീൽ താഴ്വശത്താണ് സ്പെയർ വീൽ കൊടുത്തിട്ട്. ഈ ഒരു ടോപ്പ് ലൈറ്റ്, ഈ ബമ്പറിലെ ടോപ്പ് ലൈറ്റ് കണ്ടോ, ഇതും ഈ ഒരു ബോഡി കളറും ക്രോം ഫിനിഷും ആയിട്ടുള്ളൊരു ടോപ്പ് ലൈറ്റും വരുന്നുണ്ട്. അത് ഒന്നും കൂടെ ഭംഗി തോന്നിപ്പിക്കാറുണ്ട്. ടൈലാമ്പിനെ കണ്ടോ 2 പോർഷനാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടൈൽ ഡോറിലും ഉണ്ട്, പിന്നെ ഈ ക്വാർട്ടർ പാനലും കണ്ടോ നല്ല ഭംഗിയായിട്ട് അതിന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ബമ്പറിലൊരു റിഫ്ലക്ടർ ലാമ്പ് ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് 2 ഡബിൾ ഡോറാണ് വരുന്നത്. ഈ ഒരു ഡോറ് നമുക്ക് വേറെയും പല പർപ്പസിന്, ഞാൻ ഫസ്റ്റ് ഇരുന്നത് വീഡിയോ എടുത്തപ്പോൾ ഇവിടെയാണ് ഇരുന്നത്. നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ, ശരിക്കും ബീച്ചിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഇവിടെ ഇരിക്കാനൊക്കെ നമുക്ക് നല്ല കംഫർട്ടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നമുക്ക് ഇത് ടൂൾ കിറ്റാണ് വരുന്നത്. നമുക്ക് ഈ സ്പെയർ വീൽ അയക്കാനുള്ള ടൂൾ കിറ്റാണ് ഇതിനുള്ളിൽ വരുന്നത്. സ്പെയർ വീൽ അയക്കാനുള്ള പോർഷൻ്റെ ഈ ഹോൾ ഇത് കൂടെയാണ് സ്പെയർ വീൽ അയക്കാൻ നമ്മൾ ലിവർ ഇടേണ്ടത്. പിന്നെ അതായത് ലോക്ക് ചെയ്ത് നമ്മൾ ഇതിൽ വരുന്നത് വാണിംഗ് ട്രയാങ്കിളാണ്. ഇതിൻ്റെ ഉള്ളിൽ വാണിംഗ് ട്രയാങ്കിളാണ് വരുന്നത്. ഇവിടെ 2 സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 സീറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ സീറ്റ് ഓപ്പൺ ആക്കാൻ കണ്ടോ, ഇവിടെയാണ് അതിൻ്റെ ലിവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് മടക്കി വെക്കണമെങ്കിൽ അങ്ങനെ മടക്കി വെച്ചാൽ മതി. കണ്ടോ സിമ്പിളാണ്, നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ സീറ്റാണെങ്കിൽ നമുക്ക് കണ്ടോ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ്, ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 100 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടൂൾ കിറ്റ് വരുന്നത്, ജാക്ക് കാര്യങ്ങളെല്ലാം വരുന്നത് ഈ വശത്താണ് ജാക്ക് കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഫ്രണ്ട് വശത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഫുഡ് നോക്കി ഉള്ളിലെ വിശേഷങ്ങൾ നോക്കിയാലോ. 4.5 ലിറ്റർ 8 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ വരുന്നത് കേട്ടോ. അത്യാവശ്യം കിടിലനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 262 bhp പവറും 650 Nm ടോർക്കുമാണ് വരുന്നത് കേട്ടോ.
ഇതില്ല കണ്ടോ, ഡബിൾ ബാറ്ററി വരുന്നുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം കണ്ടോ, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, മറ്റൊരു ബാറ്ററി ഉണ്ട് കണ്ടോ. ഡബിൾ ബാറ്ററി ഇതിന് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാം ഭംഗിയായിട്ട് ടയോട്ട ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഇൻസുലേഷൻ ഒക്കെ കൊടുത്ത് കണ്ടോ. അതിൻ്റെ നോയ്സൊക്കെ മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കും. അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ടയോട്ട ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്നും പറയാനില്ല. ഇതാണ് ടയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ കീ വരുന്നത് കേട്ടോ. ലോക്ക് അൺലോക്കിൻ്റെ ഒരു സ്വിച്ച് കാണാം. പിന്നെ ഇവിടെ നമുക്ക് കീ എടുക്കാനുള്ള കണ്ടോ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടയോട്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം കേട്ടോ. ഡോറ് വന്ന് കഴിയുമ്പോൾ കേട്ടോ നല്ല കിടിലം ഫിനിഷ് ആയിട്ടുള്ള ഒരു ഡോർ പേഡ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ലെതർ ഫിനിഷ് ആയിട്ടുള്ള ഈ ഒരു ഹാം റെസ്റ്റൊക്കെ ലെതർ ഫിനിഷാണ്. പിന്നെ ഇവിടെ ഓൾ ഓട്ടോ, എല്ലാ ഡോർ വിൻഡോസും ഓട്ടോ ആണ്. പിന്നെ ഇത് ലോക്ക് അൺലോക്കിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വിൻഡോ ലോക്കിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. 3 സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കിവിടെ കൺട്രോൾ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ക്രോം ഫിനിഷുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ട JBLൻ്റെ സ്പീക്കറാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ സ്പീക്കർ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ കുറച്ച് സ്വിച്ചുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ പാർക്ക് സെൻസറിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, സൈഡ് വ്യൂമർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഉണ്ട്, പിന്നെ കറക്റ്റ് എയർ ബാഗിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത്ര കാര്യങ്ങളാണ് ഇവിടെ അല്ലേ. പിന്നെ അതെ ഓഡോ ട്രിപ്പിൻ്റെ ഒരു ഓഡോമീറ്ററിൻ്റെ ഒരു സ്വിച്ച് ഇതേ ഇവിടെ. അതിന് താഴ്വശത്തായിട്ട് ഇവിടെ നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്. പിന്നെ അതെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ബട്ടനും ഉണ്ട്. ഓക്കെ. പിന്നെ ഈ സീറ്റിനെ കുറിച്ചും പ്രത്യേകം പറയാം കേട്ടോ. ഈ 2 സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കണ്ടോ. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്, വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ് കേട്ടോ. 2014 തന്നെ ലാൻഡ് ക്രൂയിസർ ഇതൊക്കെ വിട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ട് കണ്ടോ. നമുക്ക് വേണ്ട രീതിയിൽ ഇത് സ്റ്റിയറിംഗ് വരുന്നു കേട്ടോ. ഓട്ടോ ടിൽറ്റ് ആൻഡ് റീച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ള സ്റ്റിയറിംഗ് ആണ്. ഓട്ടോ ആണ് അത് കേട്ടോ. നമുക്ക് വേണ്ട നമ്മളിരിക്കുന്നത് പൊസിഷൻ അനുസരിച്ച് നമുക്ക് ആ വേണ്ട രീതിയിൽ ഇതായിട്ട് വരും. പിന്നെ സ്റ്റിയറിംഗിലുള്ളത് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ കാണാം. പിന്നെ മോഡിൻ്റെ ഒരു സെലക്ഷൻ്റെ ബട്ടൺ കാണാം. വോയിസ് കമാൻഡ് കാണാം. കോൾ അറ്റൻഡ് ചെയ്യാനുള്ള കാണാം. പിന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. ടയോട്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. എയർ ബാഗിൻ്റെ വാർണിംഗ്, ഹോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ ഈ ഒരു സ്റ്റിയറിംഗിൽ കണ്ടോ ഒരു വുഡൻ ഫിനിഷ് മുകൾ വശത്തും ഇവിടെ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെതർ ഫിനിഷ്, നല്ലൊരു പ്രീമിയം നല്ലൊരു കിടിലം സ്റ്റിയറിംഗ് തന്നെയാണ് അല്ലേ. പിന്നെ ഇത് നോർമൽ നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വൈപ്പറിൻ്റെ ലിവർ കാണാം, റൈറ്റ് സൈഡിൽ ഹെഡ്ലൈറ്റിൻ്റെ ലിവർ കാണാം. ഓക്കെ. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ RPM മീറ്റർ കാണാം. പിന്നെ നമുക്ക് സ്പീഡോമീറ്റർ കാണാം. പിന്നെ ക്രൂസിംഗ് സെൻറ്ററിൽ ഇവിടെ ഒരു ഡിസ്പ്ലേ കാണാം. ക്രൂസിംഗ് റേഞ്ച് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഗിയർ പൊസിഷൻ കാണുന്നുണ്ട്. പിന്നെ മുകളിൽ ടെമ്പറേച്ചറിൻ്റെ കാണുന്നുണ്ട്, ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി കാണുന്നുണ്ട്. ഒരു കിടിലം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. ഇത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഇവിടെ ആയിട്ട് കണ്ടോ വ്യൂ എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ ഒരു വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇവിടെ 360 വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇതേ ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഹോമിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെ കണ്ടോ. അതേ ഫാൻ കണ്ടോ, AC യുടെ കണ്ടോ കൂട്ടി ഇനി നമുക്ക് കുറയ്ക്കാം കണ്ടോ. 4 സോൺ AC ഉള്ളൊരു വണ്ടിയാണ് ഈ ലാൻഡ് ക്രൂയിസർ. പിന്നെ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ടോ. ഇതിൽ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ എയർ ബാഗിൻ്റെ വാർണിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇത് മുകൾ വശത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സ്വിച്ചുകൾ കാര്യങ്ങൾ നാവിഗേഷൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ കോളിൻ്റെ സ്വിച്ച് ഉണ്ട്, സെറ്റപ്പിൻ്റെ സ്വിച്ച് ഉണ്ട്, ഓഡിയോ സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് AC യുടെ കൺട്രോൾസിൻ്റെ റിയറിൽ AC നമുക്ക് ഓൺ ചെയ്യാം, അതിൻ്റെ സ്വിച്ച് ഉണ്ട്. അങ്ങനെ AC യുടെ സംബന്ധമായിട്ടുള്ള സ്വിച്ചുകളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓരോ സോണിലെ AC നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സോണിലെ AC നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടോ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ സോണിലെ AC ക്ലോസ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും കേട്ടോ. ഓക്കെ. പിന്നെ താഴ്വശത്ത് ഇവിടെ CD ഇടാനുള്ളൊരു പോർട്ട് കാണാം. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു നോബ് കാണാം. ഈ വശത്തായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനുള്ളൊരു നോബും ഇവിടെ കാണാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ്, 2 ചാർജിങ് സോക്കറ്റുകൾ കാണാം. പിന്നെ ഇവിടെ ഒരു ആസ്ട്രേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ USB പോർട്ട് നമുക്ക് ഇവിടെ USB പോർട്ട്, ഓക്സിൻ്റെ പോർട്ട് കാണാം. ഈ ഒരു ഗിയർ ലീവറിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ ശരിക്കും നല്ലൊരു ഭംഗിയായിട്ട് ഒരു വുഡൻ ഫിനിഷ് കൊടുത്ത് അടിപൊളിയായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം.
ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ വയ്ക്കാം. പിന്നെ ഇവിടെ ഈ ഫ്രണ്ട് 2 സീറ്റും നമുക്ക് വെന്റിലേറ്റർ സീറ്റുകളാണ് കേട്ടോ. അതിൻ്റെ ഒരു നോബുകളാണ് ഇവിടെ നമുക്ക് അതിൻ്റെ നോബ് കാണാം. പിന്നെ ഇവിടെ സ്പോർട്സ് 2 മോഡുകളാണ്, സ്പോർട്ട്, കംഫോർട്ട്. അതിൻ്റെ 2 മോഡിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ സസ്പെൻഷനെ നമുക്ക് ഉയർത്താനും താഴ്ത്താനും പറ്റും കേട്ടോ. അതിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺട്രോളിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡ്രൈവ് മോഡ് അതിൻ്റെ H4 L4 അതിൻ്റെ ഒരു ബട്ടനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഗ്ലോ ബോക്സാണ്, വെന്റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ് കേട്ടോ. അതിൻ്റെ പവർ ഇവിടെ പവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓഫാക്കണമെങ്കിൽ ഓഫാക്കി വെക്കാം. ബോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തണുപ്പ് അതേപോലെ തന്നെ കിടിലായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 പോർഷനായിട്ടാണ് ഗ്ലോ ബോക്സിനെ തിരിച്ചിട്ടിട്ട് അത്യാവശ്യം നല്ല സ്പേസ് തരുന്ന ഒരു ഗ്ലോ ബോക്സാണ്. ഇവിടെയും കണ്ട ഒരു വുഡൻ ഫിനിഷ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു റിയർ വ്യൂ മിററാണ് കണ്ടോ. അതിൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. പിന്നെ ഇവിടെ കണ്ടോ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്പോട്ട് ഈ ഒരു ലാമ്പ് കണ്ടോ, സ്പോട്ട് എന്ന് പറഞ്ഞ ലാമ്പ് ഈ ഒരു ക്യാബിൻ ലൈറ്റ് കണ്ടോ. സ്പോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡോറിൻ്റെതുണ്ട്, പിന്നെ ഓണും ഓഫും ചെയ്യാനുള്ളതുണ്ട്. ഈ സൈഡിൽ 2 സ്പോട്ട്, ഈ 2 സൈഡും നമുക്ക് വേണമെങ്കിൽ കണ്ടോ. ഇപ്പോൾ ഈ സൈഡ് സ്പോട്ട് ഇത് നമ്മൾ ഓണാക്കി കണ്ടോ, ഇത് വേണമെങ്കിൽ ഇത് ഓണാക്കി. ഓക്കെ. പിന്നെ ഇത് സൺവൈസേഴ്സിലേക്ക് വന്നാൽ കണ്ടോ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്, ഇതിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലും ഒരു വാനിറ്റി മിററും ലാമ്പും ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ സൺറൂഫ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. സൺറൂഫ് ഓപ്പൺ ആക്കണമെങ്കിൽ കണ്ടോ, പനോരമിക് ആയിട്ടുള്ള സൺറൂഫ് അല്ല, എന്നാലും അത്യാവശ്യം വലിയൊരു സൺറൂഫ് തന്നെയാണ്, ഇതിലുള്ള സൺറൂഫാണ്. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ടോപ്പ് കവർ നമ്മൾ കൈകൊണ്ട് ഇത് എങ്ങനെ നീക്കണം. ഓക്കെ. പിന്നെ അത് 2 സൈഡിലും സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള ഹാൻഡിൽസ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്, ഞാൻ കാണിച്ചു തരാം. സസ്പെൻഷൻ നമുക്കൊന്ന് പൊക്കി നോക്കാം കേട്ടോ. മാക്സിമം പൊങ്ങി. ഇനി റിയറിലെ വിശേഷങ്ങൾ നോക്കാം. ഇവിടെ റിഫ്ലക്ട് സെൻസറിൻ്റെ ബട്ടൺ എവിടെയും കൊടുത്തിട്ടുണ്ട്. റിയറിലാണെങ്കിൽ ഇവിടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഒരു ചെറിയൊരു ട്രേ കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽ ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഹാൻഡിൽ. ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള വിൻഡോകളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ഓട്ടോ എന്ന് ഇവിടെ കാണാം. ഇവിടെ വാർണിംഗ് ലൈറ്റ് ഇവിടെ വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് ലോക്കിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയറിലൊന്ന് കയറി ഇരുന്ന് നോക്കാം കേട്ടോ. കാരണം റിയർ സീറ്റിലാണ് ഇതിൻ്റെ ഏറ്റവും കംഫർട്ട് എന്ന്. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ AC വെന്റ്, ചെറിയൊരു AC വെന്റ് എവിടെയും കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ എവിടെയും കൊടുത്തിട്ടുണ്ട്.
ഇവിടെ AC വെന്റ് ഉണ്ട്. ഇത് ഇവിടെയും കണ്ടോ ക്യാബിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം 3 ക്യാബിൻ ലൈറ്റ് ആയി ഇതിൽ. ഓക്കെ, 3rd row സീറ്റും കിടിലം, ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയ സാധനങ്ങൾ കൈയൊക്കെ വെച്ച് പോകുമ്പോൾ ഈ ഗ്ലാസ്സിൽ വ്യൂ ഒക്കെ കണ്ടു പോകുമ്പോൾ കിടിലം, ഒന്നും പറയാനില്ല, കിടുക്കാച്ചി. ഓക്കെ, സെറ്റ്. ഞങ്ങൾ ലാൻഡ് ക്രൂസറായിട്ട് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. മുസ്താഖ് ഖാൻ്റെ വീട്ടിൽ തന്നെയാണ്. മുസ്താഖ് അല്ലാത്ത നല്ല മിസ്സിങ് ആണ്. ബാവുക്ക ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ മുസ്താഖ് വന്നിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചിലപ്പോൾ ഒന്ന് അടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ സമയത്തിൻ്റെ പ്രശ്നം കാരണം ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് പോകണുള്ളൂ. റോഡ് പണി നടക്കുകയാണ്. യെസ്, സീറ്റ് ബെൽറ്റ് ഇടാം. എല്ലാ വണ്ടിയിലും പറയാം സീറ്റ് ബെൽറ്റിൻ്റെ വാണിങ് ബാബുക്ക. എല്ലാ വണ്ടിയിലും പറയുന്നത് പോലെ തന്നെ ഫ്ലൈറ്റിൽ പോകണ ഫീലിന് ലാൻഡ് ക്രൂസർ കേട്ടോ. 4.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഓക്കെ, നല്ല ഫീല്. അത്യാവശ്യം ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ചെറിയ കുഴിയിലോ ഹമ്പിലോ ചാടുമ്പോൾ ഒരു പ്രശ്നമല്ല, കിട്ടില്ല. ഞാൻ പറഞ്ഞ ഫുഡ് കാണിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ഇൻസുലേഷനൊക്കെ ഉള്ള കാരണം എൻജിൻ നോയ്സ് തീരെ ശരിക്കും വരുന്നില്ല കേട്ടോ. ഒരു ഡീസൽ എഞ്ചിനായിട്ട് പോലും എൻജിൻ നോയ്സ് കാര്യമായിട്ട് വരുന്നേ അല്ല. ഒരു പെർഫോമൻസ് വെഹിക്കിളായിട്ടും നമുക്കൊരു ഫാമിലി ഒരു നോർമൽ യൂസിനായിട്ടും നമുക്ക് ശരിക്കും ഇണങ്ങിയൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ശരിക്കും ഈ ഒരു വണ്ടി എടുക്കാനുള്ള ശരിക്കും ഒരു കാരണം. ഓക്കെ, സഡൻ പിക്കപ്പാണ്. നാട് പൂങ്ങോട്. ബ്രേക്കിംഗ് ആണോ? അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്ക് എല്ലാവർക്കും ബൈ.